നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ജാം റെഡിയായി കഴിഞ്ഞു. മാങ്ങ വരട്ടിയത് പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം ഫുൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, അഭിപ്രായം പറയുക, ഇതുപോലെ ചെയ്യുന്നു. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇത് മാങ്ങാക്കാലം, മാമ്പഴക്കാലം. ചക്ക പഴുത്തിട്ടുണ്ട്, മാങ്ങ പഴുത്തിട്ടുണ്ട്, എല്ലാം പഴുത്ത് വീഴാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങയെല്ലാം അങ്ങനെ ചെത്തി മുറിച്ചെടുത്തിട്ട്, പഴുത്ത് പകുതി പഴുപ്പായിട്ടിരിക്കുകയാണ്. ഇത് കേടൊന്നുമല്ല, ഇത് മാങ്ങയുടെ കറ വീണിട്ടായതാണ്. ചക്ക വരട്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഞാൻ മാങ്ങ വരട്ടി കഴിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. മാങ്ങ വരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. എല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. മാങ്ങ മിക്സിയിൽ അടിച്ച് നന്നായിട്ട് ഒരു ചീനച്ചട്ടി, അതായത് അടി കട്ടിയുള്ള പാത്രത്തിൽ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒഴിച്ചിട്ട് വേറൊന്നും ഇതിൽ ചേർക്കുന്നത് ചുക്കുപൊടി, ഏലക്കാപ്പൊടി. നന്നായിട്ട് കുറുകി വരുമ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ വീട്ടിലും മാങ്ങയുണ്ട്. അപ്പോൾ മാങ്ങ കുറച്ച് പഴുത്ത് വന്നിട്ടുണ്ട്, കുറച്ചെണ്ണം ചെത്തി വെച്ചിട്ടുണ്ട്. നല്ല പഴുത്തതുണ്ട്, പകുതി പഴുപ്പായതുണ്ട്. ഇവിടെ ചെത്തി മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ച് ശർക്കര പാനീയം ഒഴിച്ച് അതിനെ നല്ല ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലോ ഏതെങ്കിലും പാത്രത്തിൽ അടിവശം നല്ല കട്ടിയുള്ളതായിരിക്കണം, അതിലേക്കൊഴിച്ച് നല്ലതുപോലെ ശർക്കര പാനീയം ഇട്ട് നന്നായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ, കുറച്ച് കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിനെ വരട്ടിയെടുക്കാം. വരട്ടി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ്, വളരെ കുറച്ച്, ചീനച്ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന പാകത്തിന് നല്ല നെയ്യ് ഒഴിക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണ്. അതിനുശേഷം അതിനകത്തേക്ക് ചുക്കുപൊടിയും ഏലക്കായപ്പൊടിയും ഇടുക. കടിക്കണമെന്നുണ്ടെങ്കിൽ ബദാമോ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊടിച്ചിടാം, അല്ലാതെയും ഉണ്ടാക്കാം. നല്ല ചക്ക വരട്ടിയത് കഴിച്ചിട്ടുണ്ടാവും പലരും. ഇതുപോലെ തന്നെ നമുക്ക് മാങ്ങ വരട്ടിയും കഴിക്കും. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു, വിജയിച്ചു. അപ്പോൾ ഈ വർഷം അതൊരു വീഡിയോ ചെയ്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങട്ടെ കേട്ടോ, ബാക്കി പണി തുടങ്ങട്ടെ. മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം. മാങ്ങ പൾപ്പാക്കിയെടുത്തു, ചുക്കുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കായ പൊടിക്കണം, ഒരു പിഞ്ച് ഉപ്പിടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചൂടായ പാത്രത്തിലേക്ക്, അടുപ്പത്തേക്ക് മാങ്ങയുടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാപ്യൂരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതും ചുക്കുപൊടിയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ചെറിയ തരികളൊക്കെ ഉണ്ടാകും, പൊടി കഷ്ണങ്ങളൊക്കെ, അത് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം. വളരെ ചെറുതെല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നോളും. ശർക്കരപ്പാനി ഒഴിച്ചു ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചതിടാം. ഏലക്കായ കൂടുതലിടരുത്, അപ്പം മാങ്ങയുടെ ഫ്ലേവർ നഷ്ടപ്പെടും. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതെല്ലാം അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനാണ്. ഒരു പിഞ്ച് ഉപ്പിടുന്നുണ്ട്, പിഞ്ചെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ. ഇതേപോലെ തന്നെ ചുക്കുപൊടിയും ഇടുന്നുണ്ട്. എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമ്മുടെ മാങ്ങ വരവിയത് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകും. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റായിട്ടുള്ളൊരു ജാറിലോട്ടൊഴിച്ചിട്ട് അടച്ച് വയ്ക്കാം. സ്പൂണെടുത്ത് കോരിയെടുക്കുമ്പോൾ നനവില്ലാതെ ശ്രദ്ധിച്ചെടുക്കുക. അതുകൊണ്ട് പൂപ്പലൊന്നും വരാതെ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മുറിഞ്ഞ് വീഴുന്ന പരുവത്തിനാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. ചപ്പാത്തിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും എല്ലാം നല്ല ഏത് പലഹാരത്തിനൊപ്പവും
അരിയിലുണ്ടാക്കുന്ന ഗോതമ്പിലുണ്ടാക്കുന്ന ഏത് പലഹാരവും ആയിക്കോട്ടെ എല്ലാറ്റിനൊപ്പവും നമുക്ക് കൊടുക്കാം. കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്കും കൊടുക്കാം. നല്ല ടേസ്റ്റിയായ മാങ്ങ വേവിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോൻ്റെ ഒപ്പം കുറച്ച് പ്രോഡക്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് ആളുകൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക. ഇനി വേറെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതതിൻ്റെ ചുവടെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ ഞാൻ മറ്റു ഉൽപ്പന്നങ്ങളും കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നതാണ്. ഫ്ലിപ്കാർട്ട്, മിന്ത്ര, നൈക്ക എല്ലാം ഉണ്ട്. ഓക്കെ, ബൈ. താങ്ക് യു.